സുരേഷ് ഗോപി നായകനായി എത്തുന്ന ജാനകി വിസിറ്റ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ ഒരു വിലക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയായ ബി രാകേഷാണ്. ഒരു സിനിമ അതിന്റെ പേരുകൊണ്ട്, അതിൻ്റെ ഒരു കഥാപാത്രത്തിന്റെ പേരുകൊണ്ട് സെൻസർ ബോർഡിൽ നിന്ന് വിലക്ക് നേരിടുന്നു. ഇത്തരം പ്രതിസന്ധികൾ സിനിമാ മേഖലയെ ഏതു തരത്തിലാണ് ബാധിക്കുന്നത്? ഇതുവരെ ഇല്ലാത്തൊരു പ്രവണതയാണത്. ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ ജാനകി എന്ന് പറഞ്ഞ പേരുള്ള എത്രയോ സിനിമകൾ വന്നിരിക്കുന്നു, എത്രയോ കഥാപാത്രങ്ങൾ വന്നിരിക്കുന്നു. ഇത് ഇപ്പൊ പുതിയതായിട്ട് വന്നൊരു സംഭവമാണ്. ഓരോ ദിവസങ്ങളിൽ അവരിങ്ങനെ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സിനിമയെ, ഷൂട്ടിങ്ങിനെ, എല്ലാ കാര്യങ്ങളും വളരെ, ഒരു പടം എടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ ആലോചിക്കണം. ഒരു സിനിമ ഇത്രയും കോടികൾ മുടക്കി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം മാറ്റണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത്? ഇതിപ്പോൾ ഓൾറെഡി ഇവിടുത്തെ സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് കൊടുക്കുകയും അവര് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു സിനിമയാണ് എന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. അത് കഴിഞ്ഞാണ് ഇത് ഇപ്പൊ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ വെച്ചിട്ട് എന്താണ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ റിവൈസിംഗ് കമ്മിറ്റിക്ക് പോകുമെന്നാണ് പറയുന്നത്. പോയിട്ടില്ല. അതിന്റെ പേപ്പർ ഒന്നും തന്നിട്ടില്ല പ്രൊഡ്യൂസർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പൊ അവരത് റിജക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റിവൈസിംഗ് കമ്മിറ്റിക്ക് പോയാൽ ഉറപ്പായിട്ട് അത് കേസിന് താമസിപ്പിക്കുകയാണെങ്കിലും കേസിന് പോകും പ്രൊഡ്യൂസർക്കേ അത് പോകാൻ പറ്റുള്ളൂ. പ്രൊഡ്യൂസർ അസോസിയേഷൻ അതിനകത്ത് കക്ഷി ചേർന്ന് അതിന് വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കും. ഞങ്ങളൊരു സമര പരിപാടികൾ തന്നെ മറ്റു സഹോദര സംഘടനകളോട്ട് ആലോചിച്ചിട്ട് ഇതിനെതിരെ ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ സെൻസർ ബോർഡ് ഒരു ചിത്രത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു സിനിമ അതിന്റെ എല്ലാ നിർമ്മാണ ഘട്ടങ്ങളും പൂർത്തിയാക്കി ഏറ്റവും ഒടുവിലാണ് സെൻസർ ബോർഡിന് മുന്നിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് തിയേറ്റർ ചാർട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പോലും ഒരുപക്ഷെ സിനിമാ നിർമ്മാതാവ് ചെയ്തിരിക്കും. അപ്പോൾ ഈ സിനിമാ നിർമ്മാതാവിനുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ഈ മേഖലയെ തന്നെ തകർക്കുന്നതല്ലേ? തീർച്ചയായിട്ടും. അയാളെ തിയേറ്റർ ഡേറ്റ് എടുത്ത് റിലീസ് വെച്ചിരിക്കുന്ന സിനിമയാണ്. ഇത് വളരെ അന്യായമായ കാര്യമാണ് ഈ കാണിക്കുന്നത്. അത് ഇവിടുത്തെ സെൻസർ ബോർഡിനെ ഞാൻ കുറ്റം പറയാതെ അവർ സെൻസർ ചെയ്ത് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് പറഞ്ഞ ഒരു സിനിമയാണിത്. അത് കഴിഞ്ഞിട്ട് ഇതെന്താണോ, ഇത് ഇങ്ങനെ ഒരു ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടലാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്ന് ഉദ്യോഗ തലത്തിൽ, അതായത് ബോംബെയിൽ നിന്നുള്ള ഇടപെടലാണെന്നാണ് എനിക്ക് മനസ്സിലായത്. റിവൈസിംഗ് കമ്മിറ്റി ഇത് കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് രേഖാമൂലം ഒരു മറുപടി പോലും തരുന്നില്ല. അതാണ് സ്ഥിതി. മലയാള സിനിമയ്ക്ക് മാത്രമാണോ ഇത്തരത്തിലൊരു സെൻസറിങ് പ്രതിസന്ധി ഉള്ളത്? കൂടുതലും കാര്യം ഇവിടെ ആണല്ലോ കൂടുതൽ കാര്യം. നമ്മുടെ മറ്റു ഭാഷാ സിനിമകളും നമ്മുടെ സിനിമകളും കാണുമ്പോൾ വ്യത്യാസം അറിയാമല്ലോ. നമുക്കാണ് കൂടുതലായിട്ട് നമ്മളെ ഓരോന്ന് അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പൊ എഴുതി കാണിക്കുക ഓരോ കാര്യങ്ങൾ പലതും അനാവശ്യമായ കാര്യങ്ങളാണ്. മൃഗങ്ങളെ ദ്രോഹിക്കുന്നില്ല, മറ്റവരെ ദ്രോഹിക്കുന്നില്ല. അങ്ങനെ ഒരു വലിയൊരു ചെയിൻ ഓഫ് സാധനം തന്നെ ഉണ്ട് എഴുതി കാണിക്കാൻ തന്നെ. ആ രീതിയിലാണ് സെൻസറിങ് നടക്കുന്നത്. ഇത് വലിയൊരു സിനിമാ മേഖല എന്നുള്ളത് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ ഇൻഡസ്ട്രിയാണ്. ഒരുപാട് ആളുകൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സർക്കാരിന് വലിയ അളവിലുള്ള നികുതി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും ലഭിച്ചിട്ടില്ല. സർക്കാരിൽ ഇപ്പൊ ഞങ്ങൾക്കൊരു കംപ്ലൈന്റ്, ഒരു ഇതിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു പേപ്പർ കിട്ടിയിട്ടില്ല. അവര് സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവിൽ ഉള്ളത്. പിന്നെ ഇത് വാക്കാൽ പറയുന്നതാണ്, റിവൈസിംഗ് കമ്മിറ്റിക്ക് പോകാൻ പോകുന്നു മറ്റേതെന്നൊക്കെ പോകുന്നു. ഈ അസോസിയേഷൻ എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളിത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ മൂവ് ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഓൾറെഡി ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർക്കൊക്കെ പരാതി അയക്കുന്നുണ്ട്. അത് ഇന്ന് ഒരു വർക്കിംഗ് ഡേ കിട്ടിയത് ഇന്ന് അത് അയച്ചുള്ളൂ. താങ്ക് യു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കാനും, സമരമെങ്കിൽ സമരമെന്നും തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ക്യാമറ പേഴ്സൺ അദീഷിനൊപ്പം റാഫി കരീം, 24 കൊച്ചി.